ജീവിതത്തിലെ ഏത് ഘട്ടത്തിലാ ദൈവമേ എന്ന് വിളിക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ ദൈവത്തെ വിചാരിക്കുന്നത് കൊണ്ടോ എനിക്കൊരു ആത്മവിശ്വാസം കൂടുതലുണ്ടായി, അല്ലെങ്കിൽ എൻ്റെ ഒരു ദുരിതം മാറി? പലപ്പോഴും അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണല്ലോ നമ്മൾ ദൈവത്തെ കൂടുതൽ ആശ്രയിക്കുകയൊക്കെ ചെയ്യുക. അത് നമ്മൾ ഒരു വിഷമഘട്ടം ഉണ്ടായപ്പോൾ അത് കടക്കാൻ എന്തോ ഒരു ശക്തി വന്ന് നമ്മളെ സഹായിച്ചു. അങ്ങനെ അങ്ങനെ തോന്നിയ ഒരു അങ്ങനത്തെ ഘട്ടം ഒരു ഉണ്ടോ? തോന്നലും എനിക്ക് വന്നിട്ടില്ല. കാര്യം കൊച്ചിലെ മുതലേ ഇങ്ങനെ വിളിക്കുന്നോണ്ട് വന്നിട്ടില്ല. സമയം മോശമായപ്പോഴും ഭഗവാനെ വിളിക്കുന്നുണ്ട്. സമയം നന്നായപ്പോഴും വിളിക്കുന്നുണ്ട്. പിന്നെ എല്ലാ അമ്പലങ്ങളിലും എപ്പോഴാണ് പോണതെന്ന് ചോദിച്ചാൽ ഞാൻ ഈ നേരത്തെ പറയുന്ന പോലെ ഈ വിഷമം തോന്നി ആ ഒരു ഉം, ഘട്ടത്തിൽ കൂടെ ഞാൻ അങ്ങനെയല്ല പോണത്. എനിക്ക് വിഷമം തോന്നി ഞാൻ പോകാറില്ല. ഉം, ഉം, ഉം. വിഷമം തോന്നി അമ്പലങ്ങളിലേ പോകാറില്ല. സന്തോഷം വരുമ്പോഴാണ് ഞാൻ പോകുന്നത്. ഓക്കെ, ഓക്കെ, ഓക്കെ. കാര്യം ഇങ്ങനെ ഒരു അവസരം എനിക്ക് കൊണ്ട് തന്നു. അപ്പം ഞാൻ പോയി കാണണം. മറ്റത് തരാതിരിക്കുമ്പോൾ ഞാൻ എന്തിനാ കാണുന്നത്? അങ്ങനെ തോന്നും. ഓക്കെ. മനുഷ്യനല്ലേ. നമ്മൾ പറയുമല്ലോ ദൈവം എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനാണ്, അമ്മയാണ്, സഹോദരനാണ്, സഹോദരിയാണ്, നമ്മുടെ കൂട്ടുകാരനാണ്. അതുകൊണ്ടല്ലേ എടാ കൃഷ്ണ എന്ന് നമുക്ക് വിളിക്കാം. ഭഗവാനെ കൃഷ്ണ എന്ന് വിളിക്കുന്ന വാക്കുകൊണ്ട് തന്നെ എടാ കൃഷ്ണ എന്നും വിളിക്കാം. അത് ഭക്തി കൂടുന്നതനുസരിച്ച് നമ്മൾ എങ്ങനെ എന്ത് വിളിച്ചാലും അവർ കേൾക്കുന്നതാണ്. ഉം, 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 ഉം. നമ്മൾ എന്ത് പറഞ്ഞാലും അവർ കേൾക്കും. ഭക്തി കൂടുന്നതനുസരിച്ചാണ്. ഇപ്പോൾ ദിവസവും പായസം കൊടുത്തോളണമെന്നില്ല. പൂ കൊടുക്കാം. പൂ ഇല്ലെങ്കിൽ ഇല പോലും പറിച്ചു വയ്ക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. രാമായണത്തിൽ ശ്രീരാമൻ പറഞ്ഞിട്ടുള്ളത്. ഒന്നും ഇല്ലെങ്കിലും ഒരു ഇലയെങ്കിലും എടുത്ത് വെച്ചിട്ട് പ്രാർത്ഥിച്ചാൽ മതി. അവർക്ക് അതിൻ്റെ എസൻസ് കിട്ടിയാൽ മതി. ഉം. അല്ലാതെ പക്ഷേ ഇന്നത് തന്നെ ഈ മാറുന്ന കാലഘട്ടത്ത് കുട്ടികൾ, പുതിയ ജൻസി കുട്ടികൾ ഈ സയന്റിഫിക് ടെമ്പറൊക്കെ വെച്ചിട്ട് ഈശ്വരവിശ്വാസത്തിന്റെ ഒരു അന്തസത്തയൊക്കെ എടുത്ത് പരിശോധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ പറയാ, നിരീശ്വരവാദത്തിലേക്ക് കുറെ കുട്ടികൾ മാറുന്നുണ്ട്. സെക്കുലർ ആവുന്ന ആളുകളുണ്ട്. അതായത് ഇത് എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നു, എന്നാൽ ഒന്നിലും വിശ്വാസമില്ല, ഡിറ്റാച്ച്ഡ് ആയി നിൽക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഈ പോകെ പോകെ അങ്ങനെയുള്ള സംഘടനകളൊക്കെ ഒരുപാട് വളർന്നു വരുന്നുണ്ട്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലത്തെ ഉള്ള ഗ്രൂപ്പുകളിലൊക്കെ തന്നെ ഏഹ് എന്തിനാണ് നമ്മൾ സയൻസിനെ വിശ്വസിച്ചാൽ മതി എന്നുള്ള ആലോചനകളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ കാണാറുണ്ടോ? ഒബ്സർവ് ചെയ്യാറുണ്ടോ? അതിനെങ്ങനെയാ നോക്കി കാണുന്നത്? സയൻസ് എന്ന് പറഞ്ഞാൽ ഈ ഭക്തി എന്ന് പറഞ്ഞു തരുന്ന പലതും സയൻസ് തന്നെയല്ലേ. ഉം. എല്ലാം സയൻസ് തന്നെയല്ലേ. ഇപ്പോൾ ശബരിമലയിൽ പോകാനായിട്ട് നമ്മൾ കറുത്ത വേഷവും താടിയും മുടിയും വളരെ ഇത് അയ്യപ്പൻ പറഞ്ഞിട്ടില്ല അത് വേണമെന്നുള്ളത്. ഉം. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? കാരണവന്മാർ പറഞ്ഞു വന്നത് 41 ദിവസം വ്രതം. അത് വ്രതം എടുത്ത് വരുമ്പോഴത്തേക്കും പറഞ്ഞാൽ ഫ്രൂട്ട്സ് അന്നൊക്കെ പാലും ഫ്രൂട്ട്സും ഒക്കെ മാത്രമേ കഴിക്കാവുള്ളൂ എന്ന് പറയും പണ്ട്. അങ്ങനെയാകുമ്പോൾ ബോഡി കൂൾ ഡൗൺ ചെയ്യും. കാര്യം മീറ്റോ ഒന്നും നമ്മൾ കഴിക്കണില്ല. ബോഡി ഇത്രയും നാൾ കൊണ്ട് കൂൾ ഡൗൺ ചെയ്യും. ഇപ്പം താടിയും മുടിയും വളർത്തുമ്പോൾ 41 ദിവസം ഇവിടെ കവറാവും. ഉം. അന്നത്തെ കാലത്ത് ആ മഞ്ഞിൽ നടക്കുമ്പോൾ മഫ്ലർ ചുറ്റി പോകുന്നതിൻ്റെ അതേ എഫക്റ്റ് ആയിരിക്കും മുടി കവർ ചെയ്യുമ്പോൾ. കറുത്തത് നീലയും ഡ്രസ്സ് ഇടുമ്പോൾ മൃഗങ്ങൾ കാണില്ല. ഉം. അവർ ഉം. കാഴ്ച കുറയും. ചന്ദനവും ഭസ്മവും പനിനീരും പുരട്ടിയിട്ടാണ് പോകണം. നമ്മുടെ ചോരയുടെ മണം ഈ പുലിക്കോ കരടിക്കോ ഒന്നും കിട്ടൂല. ഇതൊക്കെ സയൻറ്റിഫിക് ആയിട്ടുള്ളതല്ലേ. ഓക്കെ. ഇങ്ങനെ ചെയ്തു പോകണം എന്ന് പറഞ്ഞ് തരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? അപ്പം അന്നുള്ളവർ ഇതൊക്കെ മനസ്സിലാക്കിയിരുന്നല്ലേ എന്നാണ്. ഇപ്പോൾ ഉള്ളവർക്ക് അത് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. എന്തിനു താടി വളർത്തണം? നമ്മൾ ഷേവ് ചെയ്തിട്ടല്ലേ ഇവിടുത്തെ അമ്പലത്തിലൊക്കെ പോകുന്നത്. ഇവിടുത്തെ അയ്യപ്പനെ കാണാൻ പോകണം ഷേവ് ചെയ്തിട്ടാണ് ശാസ്താംകോവിലിൽ. അപ്പോൾ പിന്നെന്താ? ഓക്കെ, ഓക്കെ, ഓക്കെ. ഇതൊക്കെ എങ്ങനെയാ? മറ്റേ അമ്മൂമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള അറിവാണോ, അതോ ഇത് വായിച്ച് അമ്മമ്മ മനസ്സിലാക്കിയത്? പറഞ്ഞു തന്നതല്ല. ഇത് എനിക്ക് എങ്ങനെ തോന്നി വന്നതാണ്. അതിന് മുമ്പ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഉം. അതോ എവിടെയെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ എന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഞാനത് മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഉം. ഓക്കെ, 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 ഓക്കെ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എഴുതി വെച്ചിരിക്കുന്ന തത്വമസി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നീയാണ്, അല്ലെങ്കിൽ നീ തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുകയല്ലേ അവിടെ. അപ്പം അയ്യപ്പ എന്ന് വിളിക്കുകയല്ലേ നമ്മൾ. ഭഗവാനെ അയ്യപ്പ എന്ന് വിളിക്കണില്ല. ഇപ്പൊ പേരാ വിളിക്കുന്നത്. അപ്പൊ അവിശ്വാസിയായിട്ടുള്ള ഒരാളെ സുഹൃത്താക്കാൻ പറ്റുമോ ചേട്ടന്? പിന്നെന്താ? അല്ല, ഇത് പ്രശ്നമൊന്നുമില്ല അല്ലേ? ആ എന്ത് പ്രശ്നം? അയാൾ ഇല്ലാന്ന് വിശ്വസിക്കുന്നു, ഞാൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഓക്കെ. ഇപ്പം കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ സംഗതിയെ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. ചീട്ടത്തൊരൊറ്റ അടി കൊടുക്കുക. അയ്യോ ഞാൻ ചോദിച്ചു എന്ത് പറ്റി? വേദന എടുക്കണമെന്ന് പറയും. ഒന്ന് കാണിച്ചു തന്നേന്ന് പറഞ്ഞാൽ കാണിച്ചു തരാൻ പറ്റുമോ? അടി കൊണ്ട വേദന കാണിച്ചു തരാൻ പറ്റില്ലല്ലോ, പറയാനല്ലേ പറ്റൂ. അതുപോലെ തന്നെയാണ് ഭഗവാന്റെ സാന്നിധ്യവും. കാണിച്ചു താന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനേ പറ്റൂ. സാന്നിധ്യം ഇവിടെ എല്ലാം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്. എന്തോ ഒരു ശക്തിയുണ്ട്. ഉം. അതിനെയാണ് ഭഗവാൻ നമ്മൾ ആരാധിക്കുന്നത്. ഒരു ശക്തിയുണ്ട്. എങ്ങനെയാ ഈ പൂജാ കർമ്മങ്ങളും അല്ലെങ്കിൽ പ്രാർത്ഥനകളൊക്കെ ഒരു ദിവസത്തിലുണ്ടാവുക? ഒന്ന് പറഞ്ഞാ കേട്ടെ. പൂജാകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ 2, 3 സഹസ്രനാമങ്ങൾ ജപിക്കുന്ന ആളാണ്. ഏതൊക്കെയാ ലളിത? വിഷ്ണു സഹസ്രനാമം ജപിക്കാറുണ്ട്, ഭദ്രകാളി സഹസ്രനാമം ജപിക്കാറുണ്ട്, ലളിത സഹസ്രനാമം ജപിക്കാറുണ്ട്, ഹനുമാന്റെ ചാലീസ ജപിക്കാറുണ്ട്. കാര്യം എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്നത് ചെങ്കോട്ടുകോണം സ്വാമിയാണ്. അറിയോ? സത്യാനന്ദ സരസ്വതി. യെസ്, യെസ്, യെസ്. അവിടെ രാമദാസ് ആശ്രമമാണ്. അപ്പോൾ ഹി വാസ് എ
ലിവിങ് ഹനുമാൻ രാമദാസ, ഹനുമാൻ തന്നെയായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ. അങ്ങനത്തെ ഒരു ഇതും കൂടെ ഉണ്ട്. അപ്പോൾ ആ സമയം നമ്മൾ അദ്ദേഹത്തിൻ്റെ ആരാധനയൊക്കെ കാണുമ്പോൾ 10-600 രൂപയുടെ കർപ്പൂരമൊക്കെ അന്നിട്ട് കത്തിച്ചിട്ട് ഇങ്ങനെ പിടിക്കുന്നത്, താടിയും മുടിയൊക്കെ ഇങ്ങനെ കത്തി നിൽക്കണ പോലെ ഫീൽ ചെയ്യും. മുഖം കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഹനുമാന്റെ മുഖമായിട്ട് തോന്നും, നല്ല ബ്രാസിലുണ്ടാക്കി വെച്ച പോലെ ഇരിക്കും ആ സമയമൊക്കെ സ്വാമിജിയുടെ. തെളിവല്ലേ? ഇതാണ് നിമിത്തം എന്ന് പറയുന്നത്. അസ്ട്രോളജിയിലൊക്കെ നിമിത്ത ശാസ്ത്രം എന്ന് പറയും. ഉം. അതാണ് ഈ കേട്ടത്, കിട്ടപ്പെട്ടാന്നൊരു ശബ്ദം, നിമിത്ത ശാസ്ത്ര. അപ്പോൾ അതെങ്ങനെ തെറ്റാണെന്ന് പറയാമോ നിമിത്ത ശാസ്ത്രം? ഇല്ല. അപ്പം എല്ലാം കണക്റ്റഡാണ്. ഉം. വിശ്വാസമില്ലാത്ത ഒരാൾ ഒരു കാലത്ത് അയാൾ വിശ്വസിക്കും എപ്പോഴെങ്കിലും. ഉം. അയാളുടെ പ്രാണൻ പോകുന്നതിന് മുമ്പെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഭഗവാനെ എന്ന് വിളിച്ചിരിക്കും. കാര്യം ഇപ്പോൾ പഴയ ഒരു മന്ത്രിയോ ഒക്കെ ഇപ്പോൾ രാമായണത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ പണ്ട് നക്സൽ ഇതൊക്കെ ആയിട്ട് നടന്ന വ്യക്തി ഇപ്പോൾ ദിവസവും അമ്പലത്തിൽ പോകുന്നുണ്ട്, കുറിയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പേരെ എനിക്കറിയാം. ഉം. 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 അപ്പോൾ ഒരു സമയത്തെങ്കിലും അവരത് വിളിക്കും. എവിടെയൊക്കെ പോയാലും നമ്മളിപ്പോൾ വീട്ടിൽ വളർന്നു വരുന്ന സമയത്ത് ഉം. എവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞു പോയാലും ഒരു ദിവസം 2 ദിവസം 3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച പോയാലും അവസാനം ഓടി ആ വീട്ടിൽ തന്നെ വരൂലേ? ഉം. അതുപോലെ. ഈ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഈ രണ്ടാം വരവില് ഏറ്റവും അധികം ആളുകൾ ചർച്ച ചെയ്യുന്നത് ഈ സുരേഷ് ഗോപിസ്വാമിയാണ്. നമുക്കറിയാം ബന്ധുവാണ്, ഒരേ കുടുംബത്തിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഈ ഫിസിക്കൽ സാമ്യങ്ങളൊക്കെ ഉണ്ടാവും. അതല്ലാതെ ഉള്ള സാമ്യങ്ങളുണ്ടല്ലോ, അതായത് എത്രമാത്രം ഭക്ഷണത്തിനോട്, ഭക്തിയോട്, മക്കൾ സ്നേഹത്തിനോടൊക്കെ ആ വിധത്തിൽ സുരേഷ് ഭക്തനാണ്, ആ നല്ല ഭക്തനാണ്. ആ രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടാവാറുണ്ടോ? ഇല്ല, അങ്ങനെ സംസാരിക്കാറില്ല. ഞാൻ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ഞാൻ പോയിട്ടില്ലാത്തടത്ത് പോകുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രാധാന്യമുള്ളതാണെങ്കിൽ സുരേഷിൻ്റെ അടുത്ത് പറയാറുണ്ട്, സുരേഷ് ആ ഭാഗത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്ന് കയറണം കേട്ടോ എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ സമയം കിട്ടുകയാണെങ്കിൽ പുള്ളി ചെയ്യുകയും ചെയ്യും അത്. ഓക്കെ ഓക്കെ. കാരണം വെച്ചാൽ അങ്ങനെ ഉള്ളവരോടല്ലേ അത് പറയേണ്ട കാര്യമുള്ളൂ. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു സുഹൃത്ത് ഈശ്വര വിശ്വാസം ഇല്ല ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നൊരു അമ്പലത്തിൽ പോയി നീ ഒന്ന് കയറിക്കോ എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? അത് നല്ലൊരു ജസ്റ്ററാണ്. അല്ലേ? അപ്പോൾ അവനോട് ഞാൻ അത് പറയാൻ പാടില്ല. അവനോട് ഞാൻ പറഞ്ഞ് ഇന്ന അമ്പലത്തിൽ പോയിട്ട് വന്ന് എന്താ ലേറ്റായി വാ നമുക്ക് ചായ കുടിക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ ഹോട്ടലിൽ പോയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ മൊത്തം അത് ചർച്ച ചെയ്യുന്നു. കുറെ പേര് പറയുന്നു സുരേഷ് ഗോപിയെ പോലെ ഉണ്ടെന്ന്. കുറെ പേര് സുരേഷ് ഗോപിയെ പറയുന്നു പോലെ എന്ന് പറയണതിൽ അർത്ഥമില്ല. കാരണം എന്നെ പോലെ ഇതേ ചായയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം വേറൊരാളെ ഞാൻ ഒരു പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഞാനാ ഇങ്ങനെ തോന്നണ ഒരു നോക്കുമ്പോൾ അത് പണ്ട് എൻ്റെ കൂടെ പഠിച്ച ഒരാൾ തന്നെ, ഷാജി. ഓ ഓ ഓ ഓ ഓ ഓ. ചെറുപ്പത്തിൽ, ഇപ്പോഴല്ല, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നല്ല ചായയായിരുന്നു. ഉം. പിൽക്കാലത്ത് അത് മാറിപ്പോയി. അപ്പൊ അങ്ങനെ വരാം. ഉം. ഒരാളെ പോലെ 7 പേരുണ്ടെന്നല്ലേ പറയുന്നത്. കുറെ പേര് വരുന്നു മറ്റേ നന്ദപുരി ബാലകൃഷ്ണനെ പോലെ ഉണ്ടെന്ന്. നന്ദമൂരി ബാലകൃഷ്ണ ഇപ്പൊ ഒരു പടത്തിന് ഇത് വെച്ചിട്ടുണ്ട്. അഖണ്ഡ. അപ്പൊ അവരെല്ലാം പറയണം ബാലയ്യ വെച്ചതാണ്, ബാലയ്യ വെച്ചതാണെന്നാണ് പറയുന്നത്. ബാലയ്യ വെച്ചത് ഇപ്പോഴാണ്. ഞാൻ വെച്ചത് ഇപ്പോ 8 വർഷത്തിന് മേലെയായി. ആ. കൊറോണയ്ക്ക് ആ സമയത്ത് വെച്ചതാണ്. പിന്നെ ശരിക്ക് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ബാപ്പുട്ടിക്ക എന്ന ഒരാളുണ്ടായിരുന്നു, അറിയോ? ഇല്ല. പഴയ ലിസ എന്നൊക്കെ ഉള്ള ആ ആ. പടത്തിന്റെ പ്രൊഡ്യൂസർ ആയിരുന്നു, പാർട്ട്ണർ. ഓക്കെ ഓക്കെ. അവര് 3 പ്രൊഡ്യൂസേഴ്സ് ഈ ആയിരുന്നു. ലിസ വീണ്ടും ലിസ സെറ്റ് പഴയ ലിസ. അപ്പൊ അതിന്റെ പ്രൊഡ്യൂസർ അദ്ദേഹം വെച്ചിരുന്നെന്ന് പറഞ്ഞാൽ ഇവിടം വരെയാണ് അദ്ദേഹത്തിന്റെ കൃത ഉണ്ടാവുക. അത് വെള്ളയാ, മീശ കറുപ്പിച്ചിങ്ങനെ വെച്ചേക്കും, മുടിയും കറുപ്പായിരിക്കും. അന്ന് പുള്ളിയുടെ ഒരു സ്റ്റൈൽ അതായിരുന്നു. അതിനെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് താടിയാക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇത് എന്റെ സ്റ്റൈലായി. അത് ബാലയ്യയുടെ ഒന്നുമല്ല, അത് എന്റെ തന്നെയാണ്. അത് പ്രചോദനം ബാപ്പുട്ടിക്കയാണ്.